ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ സുബാറ കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളായ നമ്മൾ കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 3-ാമത്തെ ആഴ്ചയിൽ തിരുസഭ നമുക്ക് പ്രാർത്ഥിക്കുവാനും വിചിന്തനത്തിനായിട്ടും പ്രത്യേകിച്ച് രക്ഷകൻ്റെ വരവിനായിട്ടൊക്കെ ഒരുങ്ങുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം എന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55 മുതൽ 66 വരെയുള്ള തിരുവചന ഭാഗമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സ്നാപക യോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ആഴ്ചയിൽ ധ്യാനിക്കുന്നത്. സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് സഭാപിതാക്കന്മാരിലൂടെ പറയുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണവും സക്രിയായ്ക്ക് ലഭിച്ച ദൈവിക അനുഭവത്തിൻ്റെ സാധൂകീകരണവും അതുപോലെ തന്നെ മിശിഹായുടെ മുന്നോടിയുമായിട്ടാണ് സ്നാപകനെക്കുറിച്ച് സഭാപിതാക്കന്മാരിലൂടെ സഭ പ്രതിപാദിക്കുന്നത്. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, സാറ, റാഹേൽ, ഹന്ന എന്നീ വന്ധികളായ സ്ത്രീകളെ പോലെ എലിസബത്തും ഒരു വന്ധിയായിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ വലിയ ഒരു ഇടപെടലും കാരുണ്യവും അവരുടെ ജീവിതത്തിലുണ്ടായപ്പോൾ വന്ധിയായ എലിസബത്തിന് തൻ്റെ ഭർത്താവായ സക്രിയായിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കുകയാണ്. പ്രിയമുള്ളവരെ, പാരമ്പര്യമനുസരിച്ച് യോഹന്നാൻ ജനിക്കുന്നത് ജെറുസലേമിന് പടിഞ്ഞാറ് വശത്തുള്ള ഏകദേശം 3.5 കിലോമീറ്റർ അകലെയുള്ള ഐൻ കരീം എന്ന സ്ഥലത്താണ് സ്നാപക യോഹന്നാൻ ജനിച്ചതെന്ന് പാരമ്പര്യം പറയുന്നു. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം, ദൈവം കരുണ കാണിച്ചു എന്നാണ്. 1947 കണ്ടെടുത്ത ചാവ് ചുരുളുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, യോഹന്നാൻ ഹുംറാൻ സമൂഹത്തിൽ പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് ആ ചാവ് ചുരുളുകളുടെ അടിസ്ഥാനത്തിൽ സഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, യോഹന്നാൻ്റെ ജനനത്തിന് ശേഷം ഏകദേശം 8 ദിവസങ്ങൾക്ക് ശേഷം ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ സ്നാപക യോഹന്നാന് അല്ലെങ്കിൽ ജനിച്ച ആ ശിശുവിന് പേര് ഇടുന്ന ചടങ്ങ് നടക്കാൻ പോകുകയാണ്. നമുക്കറിയാം, യഹൂദരുടെ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു യഹൂദ കുടുംബത്തിൽ ജനിക്കുന്ന ആദ്യജാതരായ ശിശുക്കൾക്ക് തൻ്റെ പിതാവിൻ്റെ പേരാണ് സാധാരണയായിട്ട് നൽകുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു ഇടപെടൽ സക്രിയായ്ക്ക് ലഭിച്ചപ്പോൾ ആ ദൈവിക ദർശനം അവൻ മറ്റുള്ളവരോട് പറയാൻ സാധ്യതയുണ്ടതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ദൈവിക ദർശനം മറ്റുള്ളവരോട് അവൻ പറയാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഗബ്രിയേൽ ദൂതൻ അവൻ്റെ സംസാരശേഷിയും കേൾവിശക്തിയുടെയും ഗ്രന്ഥികളെ തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം സംസാരശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട സക്രിയായെയും അവൻ്റെ ഭാര്യയെയും പ്രത്യേകം ആ വിധം സഹായിക്കുവാനായിട്ട് അവൻ്റെ ബന്ധുക്കളും ചാർച്ചക്കാരും പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ പേരിടുന്ന ചടങ്ങിനായിട്ട് അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നതായിട്ടും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. ഇവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിച്ച് ഇരുന്നൊരു കാര്യമെന്ന് പറയുന്നത് യഹൂദ നിയമപ്രകാരം അനുസരിച്ച തൻ്റെ കുട്ടിയുടെ പിതാവിൻ്റെ പേര് നൽകണമെന്നാണ് അവരാഗ്രഹിച്ചത്. അവരുടെ ആഗ്രഹപ്രകാരം ദൈവം അനുസ്മരിച്ചു എന്ന അർത്ഥമുള്ള സക്രിയ എന്ന നാമമാണ് ചാർച്ചക്കാരും ബന്ധുക്കളും ആ കുട്ടിക്ക് നൽകുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ആ ദമ്പതികൾ പ്രത്യേകിച്ച് എലിസബത്തിനോട് എന്താണ് തൻ്റെ കുട്ടിയുടെ പേര് എന്ന് തൻ്റെ ചാർച്ചക്കാരും ബന്ധുക്കളും ചോദിച്ചപ്പോൾ എലിസബത്ത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവും മനസ്സിലാക്കിയപ്പോൾ ഈ ശിശു സാധാരണ ഒരു ശിശുവല്ല, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ച് ആ ദൈവത്തിൻ്റെ കരുണ അനേകരിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്ന ഒരു ശിശുവാണെന്ന് എലിസബത്തിന് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എലിസബത്ത് തൻ്റെ മകന് നൽകുന്ന പേര് യോഹന്നാൻ എന്നാണ്. ദൈവം കരുണ കാണിച്ചു എന്ന അർത്ഥമുള്ള യോഹന്നാൻ എന്ന പേര് തൻ്റെ ശിശുവിന് എലിസബത്ത് നൽകുന്നു. ഈ പേര് തൻ്റെ ശിശുവിന് എലിസബത്ത് നൽകിയപ്പോൾ തൻ്റെ ചാർച്ചക്കാർക്കും അവിടെ വന്നിരുന്ന ചില ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഈ പേര് കേട്ടപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഇടർച്ചയാണ് ഉണ്ടായത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദ നിയമപ്രകാരം ഒരു ലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത്.
കാരണം ആദിജാതന്മാർ തങ്ങളുടെ പിതാവിൻ്റെ പേരാണ് നൽകേണ്ടിയിരുന്നത്. അവരുടെ നിയമപ്രകാരം ദൈവം അനുസ്മരിച്ചു എന്നർത്ഥമുള്ള സക്രിയ എന്ന പേരാണ് കുട്ടിക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അവിടെ മറിച്ച് ദൈവം കാരുണ്യവാനാണ് എന്നർത്ഥമുള്ള യോഹന്നാൻ എന്ന പേരാണ് ആ കുട്ടിക്ക് എലിസബത്ത് നൽകിയിരുന്ന പേര്. പിന്നീട് അവർ ഒരു എഴുത്തുപലക വരുത്തി ആ കുട്ടിയുടെ പിതാവായ സക്രിയായുടെ പക്കൽ ഏൽപ്പിച്ച് ആ സക്രിയായുടെ ഹിതം അവർ അറിയുകയാണ് എന്താണ് ഈ കുട്ടിയുടെ പേരെന്നത്. അവരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സക്രിയ ആ കുട്ടിക്ക് നൽകിയ പേര് യോഹന്നാൻ എന്നാണ്. അവൻ എപ്പോഴോ ദൈവത്തിൻ്റെ ഹിതത്തോട് അവൻ ചേർന്ന് നിന്നോ പ്രിയമുള്ളവരെ, അപ്പോൾ ആ ദൂതൻ അവനിൽ തടസ്സപ്പെടുത്തിയിരുന്ന അവൻ്റെ സംസാര ശക്തിയും കേൾവി ശക്തിയും അവിടെ അവന് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ശിശുവിൻ്റെ ജനനത്തോടുകൂടിയും അവൻ്റെ പേരിടിയിൽ ചടങ്ങോടുകൂടിയും സക്രിയ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായി തീരുകയും യഥാർത്ഥത്തിൽ അവൻ്റെ ഒരു പുരോഹിതനായി തന്നെ തീരുകയും ചെയ്യുന്നതായിട്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സക്രിയ ദൈവാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവൻ തൻ്റെ ജീവിതത്തിൽ കാരുണ്യം വർഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ രണ്ട് ദമ്പതിമാരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. ഒത്തിരിയേറെ അവഹേളനങ്ങളും ദുരിതങ്ങളും പേറി ജീവിച്ച രണ്ട് വ്യക്തികളാണ്. ഒത്തിരിയേറെ സഹനങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അവരൊത്തിരിയേറെ പ്രാർത്ഥിച്ചു, അവരൊത്തിരിയേറെ പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്നു. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനങ്ങളും ദുഃഖങ്ങളും മാത്രമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. പക്ഷേ ദൈവം അവരുടെ സഹനത്തെയും അവരുടെ ദുഃഖത്തെയും ദൈവം കണ്ടു. തക്ക സമയത്ത് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ തിരുവചന ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, സക്രിയായും എലിസബത്തും നമുക്ക് ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് ഈ സുബാറ കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്തിനാണ് സഭ സ്നാപകൻ്റെ ഈ ജനനം നമുക്ക് ധ്യാനിക്കുവാനായിട്ട് തരുന്നത് എന്ന് വെച്ചാൽ, രക്ഷകൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ സ്നാപകൻ്റെ ജനനം എന്ന് പറയുന്നതും രക്ഷാക ചരിത്രവുമായിട്ട് ഒത്തിരിയേറെ ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ടാണ് സഭ കാണുന്നതും വിശ്വസിക്കുന്നതും. അതുകൊണ്ടാണ് സ്നാപകൻ്റെ ജനനം നമുക്ക് രക്ഷകൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ട് തരുന്നത്. സ്നാപകൻ്റെ മാതാപിതാക്കളെ പോലെ പ്രിയമുള്ളവരെ, നമ്മളും നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമല്ല എപ്പോഴും ലഭിക്കുന്നത്. ചില അവസ്ഥകൾ ഞെരുക്കത്തിൻ്റെയും ചോര പൊടിയുന്നതുമായുള്ള അവസ്ഥകളും നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതം നമ്മൾ എത്രമാത്രം ആഴപ്പെടുന്നു ഉണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. സക്രിയായ്ക്കും എലിസബത്തിനും അവരുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടായപ്പോൾ അവരുടെ ദൈവത്തോടുള്ള വിശ്വാസം അവർ കൈവിട്ടില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസം നമ്മൾ കൈവിടാതെ മുറുകെ പിടിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ഇടപെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എലിസബത്തും സക്രിയായുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടാകുക എന്നത്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടാകാതിരിക്കുക എന്നത് പറയുന്നത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശാപമായിട്ടായിരുന്നു അന്നത്തെ കാലത്ത് ആ തലമുറ കണ്ടിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എലിസബത്തും സക്രിയായും ഒത്തിരിയേറെ അപകേളനങ്ങളും ദൈവത്തിൻ്റെ ശാപം ഏൽക്കപ്പെട്ട ദമ്പതികളായിട്ട് പോലും ദൈവത്തിൻ്റെ ശാപം ഏറ്റിരുന്ന ദമ്പതികളായിട്ട് പോലും അന്നത്തെ സമൂഹം അവരെ കാണുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ ആ സഹനത്തിൻ്റെ നേരത്തും അവർ തങ്ങളുടെ വിശ്വാസം കൈവിടാതെ ഉന്നതത്തിലേക്ക് അവർ നോക്കി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ദൈവം അവരെ കൈവിടില്ലെന്ന് അവർ വിശ്വസിച്ചു. ഒരുപക്ഷെ മനുഷ്യരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സഹായം നമുക്ക് ലഭിച്ചെന്ന് വരികയില്ല. മറിച്ച് നമ്മുടെ ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നമ്മൾ അവിടെ ദർശിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷകൻ്റെ വരവിനായിട്ട് ഒരുങ്ങുമ്പോൾ
നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കി അവൻ്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.